കിവിയുടെ ഒന്നാം പിറന്നാളിന് റീലെടുത്ത് കാണുമ്പോൾ സത്യം പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഒരു വർഷമായിരുന്നു വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. ദേ വരുന്നു ആളുടെ രണ്ടാം പിറന്നാൾ. രാവിലെ നേരത്തെ തന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ എത്തി. കിവിനെ കണ്ടാൽ പിന്നെ ശ്രേഷ്ഠയ്ക്ക് അവളെ മടിയിലിരുത്തണം, എടുക്കണം, ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ. ക്യാമറ ഞാൻ എവിടെ വെച്ചാലും അതിന് പറ്റിയ രീതിയിൽ മുഖം തരാൻ നിത്യയും പൂജ ചേച്ചിയും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇത്തവണ എന്താണെന്നറിയില്ല, നിത്യച്ചിട്ടയെ കുട്ടിക്ക് നന്നായി അങ്ങോട്ട് പിടിച്ചിരിക്കണം. അപ്പാർട്ട്മെൻറ്റിന് താഴെ പാർട്ടി ഹാളിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. എല്ലാവരും ഓൾറെഡി സെറ്റ് ആയതുകൊണ്ട് നമുക്കതിന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബർത്ത്ഡേകൾ ഇവിടെ കുറച്ച് സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. പിറന്നാൾക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവളുടെ ആന കേക്ക് നേരത്തെ തന്നെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉറക്കത്തിൻ്റെ ആലസ്യം കൊണ്ട് കേക്ക് മുറിക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണമൊക്കെ ഇത്തവണ ആൾ തീർത്തിട്ടുണ്ട്. കേക്ക് മുറിക്കാനും കഴിക്കാനും ഫോട്ടോ പോസിങ്ങിനും ആൾ പ്രത്യേകം സമയം കണ്ടെത്തി. ശേഷം കുട്ടികൾക്കും വലിയവർക്കൊക്കെ വേണ്ടിയിട്ട് കുഞ്ഞേച്ചിയുടെ നേതൃത്വത്തിൽ ചില ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. പറയാണ്ട് വയ്യ, അതിൽ കുട്ടികളുടെ മത്സരമായിരുന്നു അടിപൊളി. വാശിയേറിയ മത്സരത്തിൽ യുവി അങ്ങനെ ജയിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഗിഫ്റ്റ്സൊക്കെ പൊട്ടിക്കുന്ന കലാപരിപാടിയിലേക്ക് കടന്നോട്ടോ. എന്നത്തെയും പോലെ അതിൻ്റെ നേതൃത്വം ശ്രേഷ്ഠയ്ക്ക് യുവിക്കുമായിരുന്നു. റിട്ടേൺ ഗിഫ്റ്റിൻ്റെ ഭംഗി കണ്ട് എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങി ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.